രാജിവെച്ച് പോ പുറത്ത്. നമുക്കറിയാം 10-15 വർഷമായി ഹോളിഡേ മാൾ ഇവിടെ നാരായണ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഒരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന് കഴിയുകയില്ല എന്നതിന്റെ സൂചനകളാണ് ഈ സമരം. ഈ സമരം ഇവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല. ഈ സമരം തുടർന്നാളുകളിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കോഴിക്കോട് കോർപ്പറേഷന് മുമ്പിലാണ്. ആ കോഴിക്കോട് നഗരസഭ അഴിമതിക്കും കൊള്ളയ്ക്കുമെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുകയാണ്. ആ സമരത്തിൽ പങ്കെടുത്താണ് ഞാൻ വടകരയിലേക്ക് വരുന്നത്. വടകരയിലെത്തിയപ്പോൾ വടപേടിച്ച് പന്തളത്തെത്തിയപ്പോൾ പന്തളത്ത് പന്തം കൊളുത്തി പടയോ പടന്ന് കണ്ടപ്പോൾ നഗരസഭയേക്കാൾ വലിയ കള്ളന്മാരാണ് വടകര മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതാണ് കാര്യം മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു കാര്യം ഞങ്ങൾ പറയാം, കുറേ കാലമായി ഈ അഴിമതിക്കാർ, ഈ സ്വജനപക്ഷതക്കാർ, ഈ കളങ്കിതരും കൊള്ളക്കാരും ഈ നഗരസഭ ഭരിക്കും. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ RMPക്കും UDFനും ഈ കൊള്ളക്കാരിൽ നിന്നും നഗരസഭയെ മോചിപ്പിച്ചിട്ട് ഇനി വിശ്രമമുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വടകര ഒരു പുരാതന നഗരമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രത്യേകം എഴുതപ്പെട്ട ഒരു നഗരം. ആ നഗരത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ നഗരസഭയിൽ ഇന്ന് വികസനമില്ല. അഴിമതിയുടെയും സ്ഥിരപക്ഷപാതത്തിന്റെയും പ്രതീകമായി ഒരു നഗരസഭ മാറുകയാണ്. ഇവിടുത്തെ അഴിമതിയെ കുറിച്ച് രഞ്ജിത്തും ഫൈസലും പറഞ്ഞു. ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു, CPM നടത്തുന്ന അഴിമതിക്കെതിരെ ശബ്ദിക്കുവാൻ CPMനകത്തും മാന്യന്മാരുണ്ട് എന്നുള്ളത് ഇവർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഞങ്ങളുടെ ശക്തി കൂട്ടുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ ഇവരെങ്ങനെ അഴിമതി നടത്താണ്ടിരിക്കുക? കേരളം ഭരിക്കുന്നവരാ പിണറായി വിജയൻ. പിണറായി വിജയൻ നാട് കൊള്ളയടിച്ചുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. പണ്ട് ഞാൻ പുരാണത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എമ്പ്രാന്തിരിമാർ അപ്പം കെട്ടാൽ അമ്പലവാസികൾ ഒപ്പം കക്കും. പിണറായി വിജയൻ അവിടെ കക്കുമ്പോൾ ഇവിടെ ഇവർ കക്കുന്നു. പക്ഷേ ഇത് അവസാനത്തെ കക്കലാണ്. ഇനി ജനങ്ങളുടെ ഫണ്ട് കൊള്ളയടിക്കുവാൻ UDFും RMPയും അനുവദിക്കില്ല എന്ന് ആധികാരികൾ പറയുകയാണ്. ഇവിടെ അഴിമതിക്കെതിരെയുള്ള ആരോപണം UDFിന്റെ കൗൺസിലർമാർ എത്രയോ കാലങ്ങളായി പറയുന്നു. ഞങ്ങളുടെ പാർട്ടി യോഗങ്ങളിൽ അവിടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇവരും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, പൊതുജന സംരക്ഷണം പറഞ്ഞിട്ടുണ്ട്, കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. കൗൺസിലിനകത്തും പുറത്തും വന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് മുനിസിപ്പൽ ഭരണകൂടം സ്വീകരിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇത് അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ.
CPM എന്നുള്ള പാർട്ടി അതിന്റെ പൂർണ്ണരൂപം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നമ്മൾ കരുതിയത്. എന്നാലും അതിപ്പോൾ കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റായി അതപ്പതിച്ചിരിക്കുന്നു കേരളത്തിലും കോഴിക്കോട്ടും വടകരയിലും. അതിന്റെ തെളിവ് കൂടിയാണിത്. ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്താൽ പോരാ, പേരുങ്കള്ളന്മാർ അപ്പുറം നിൽക്കുകയാണ്. ഇത് അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ആ മറ്റേ അറ്റത്തുള്ളവരെ കൂടി ജനസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് UDF അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വടകരക്കാർക്ക് വാക്ക് തരികയാണ്. വടകരക്കാരുടെ ഒറ്റ അഭ്യർത്ഥന, എത്ര കാലമായി ഇവർ ഭരിക്കുന്നു? എന്ത് വികസനമുണ്ട് വടകരയിൽ? എന്തുണ്ട് വികസനം? ചൂണ്ടിക്കാണിക്കട്ടെ. ഈ വടകരയുടെ വികസനം മുടിപ്പിച്ചാണ് നാട് ഭരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കാര്യം ഉറപ്പു തരുന്നു, ഇത്തവണ UDF അധികാരത്തിൽ വന്നാൽ വടകരയുടെ മുഖച്ഛായ ഞങ്ങൾ മാറ്റി ഏറ്റവും നല്ല നഗരസഭയായി ഞങ്ങൾ നിലനിർത്തും. അഴിമതിയില്ലാത്ത, സ്ഥിരപക്ഷപാതമില്ലാത്ത, കൊള്ളയില്ലാത്ത വികസനോന്മുഖമായ ഭരണം ഞങ്ങൾ കാഴ്ചവെക്കും. വടകരക്കാരുടെ ഒരു അഭ്യർത്ഥന കൂടി, ഇത് 2025 സെപ്റ്റംബർ മാസം 2 2026 സെപ്റ്റംബർ മാസം 2 ആവുമ്പോഴേക്കും ഒരു UDF-കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞിക്കും. ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ വികസനത്തെ സർക്കാർ, ആ സർക്കാരിനോട് തോളോട് ചേർന്ന് വികസനം നടത്താനുള്ള ഞങ്ങൾ നമുക്ക് വേണം. ഒരവസരം ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ഈ നാടിന്റെ മുഖച്ഛായ മാറ്റിയിരിക്കും. 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് തഴുതപ്പാവുന്ന ആരും കരുതണ്ട. ഇതിൽ ഉന്നതരുടെ പങ്കുണ്ട്. UDF-ന്റെ സംഘം ഇത് വിദഗ്ധമായി അന്വേഷിക്കും. ഇതിന് പുറകിലുണ്ടാവും. വടകരയുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ യഥാർത്ഥ കള്ളന്മാരെയും കൊള്ളക്കാരെയും കുറ്റക്കാരെയും പുറത്തു കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾ വിശ്രമിക്കുകൂടി എന്ന് അറിയിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ അഴിമതിക്കുള്ള പോരാട്ടത്തിൽ, ഈ നഗരസഭയുടെ കൊള്ളരുതാതിരിക്കുന്ന പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ജില്ലയിലെ UDF നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.